നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ആൻഡ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ്സ്. 15th ഐറ്റമാണ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സിന് നമ്മൾ പ്രോഫിറ്റുമേൽ കമ്മീഷൻ കൊടുക്കും. ഇത് നമുക്ക് രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എവിടെയൊക്കെ വരും എന്നുള്ളത് നോക്കാം. രണ്ട് സ്ഥലത്ത് വരണം അല്ലേ. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കില്ലേ. മാനേജേഴ്സിന് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ്. നമുക്കുള്ള ഇൻകം അല്ല പറയുന്നത്, നമുക്കുള്ള എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. മിസ് ബ്രാക്കറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ മിസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് എഴുതാൻ കാരണം? നമ്മൾ സാധാരണ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ്, വേജസ്, മറ്റ് എക്സ്പെൻസുകൾ എഴുതുന്ന പോലെ തന്നെ ഈ മാനേജേഴ്സ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ കാണിക്കേണ്ട ഐറ്റമാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. ഈ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് നമുക്ക് രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യാം. മിസ് കണ്ടോ എഴുതിയിരിക്കുന്നത്? രണ്ട് സബ് ഹെഡ്സ് എഴുതിക്കുന്നുണ്ടോ കമ്മീഷൻ ഓൺ പ്രോഫിറ്റിൻ്റെ താഴെ? ബിഫോർ ചാർജിങ് കമ്മീഷനും ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് കമ്മീഷനും ഉണ്ട്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ തരും, ബിഫോർ ചാർജിങ് കമ്മീഷനെന്നും ആഫ്റ്റർ ചാർജിങ് കമ്മീഷനെന്നും. അഡ്ജസ്റ്റ്മെൻറ്റ് തരുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന്. ഈ ബിഫോർ ചാർജിങ് കമ്മീഷനും ആഫ്റ്റർ ചാർജിങ് കമ്മീഷനും എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അത് തലയിൽ കയറ്റി വെക്കണ്ട. ബിഫോർ ചാർജിങ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത് എന്താണ്, ഈ കമ്മീഷൻ കൊടുക്കുന്നതിന് മുൻപാണ് എന്നാണ് അർത്ഥം. ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തുന്നത് ഈ മാനേജറുടെ കമ്മീഷൻ കൊടുത്തതിന് ശേഷമാണ്. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നെറ്റ് പ്രോഫിറ്റ്. ഈ ബിഫോറും ആഫ്റ്ററും റിലേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണില്ലേ നെറ്റ് പ്രോഫിറ്റ്, ആ നെറ്റ് പ്രോഫിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ബിഫോറും ആഫ്റ്ററും പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബിഫോർ ചാർജിങ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കാണുന്നതിന് മുൻപാണ് നമ്മൾ ഈ കമ്മീഷൻ ആർക്ക് കൊടുക്കുന്നത്, മാനേജർക്ക് കൊടുക്കുന്നത്. ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് രണ്ടിനും രണ്ടേശ് ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. മക്കൾ ആ ഇക്വേഷൻ പഠിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ബിഫോർ ചാർജിങ് കമ്മീഷൻ എന്ന് മക്കൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് മിസ് എഴുതിയിട്ടുള്ളത്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പേഴ്സൻറ്റേജ് ബൈ 100. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണൂലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, അതുപോലെ തന്നെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം താൽക്കാലികമായിട്ടുള്ള ടെമ്പററി പ്രോഫിറ്റിനെയാണ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ മിസ് പറഞ്ഞത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ് ഈ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്, മാനേജേഴ്സ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഐറ്റം. ആ ഐറ്റം എഴുതുന്നതിന് മുൻപാണ് നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കണ്ടെത്തുന്ന പ്രോഫിറ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് അതിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടെമ്പററി പ്രോഫിറ്റ് ഓർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ആൻഡ് എക്സ്പെൻസ്, ദാറ്റ് ഈസ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പേഴ്സൻറ്റേജ് ബൈ 100 മക്കൾക്ക് തന്നിട്ടുണ്ടാവും. മാനേജറുടെ കമ്മീഷൻ 5% കൊടുക്കാമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ബിഫോർ ചാർജിങ് ആണെങ്കിൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടാവും അഡ്ജസ്റ്റ്മെൻറ്റിൽ കേട്ടോ. ആഫ്റ്റർ ചാർജിങ് എന്ന് മക്കൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പേഴ്സൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് പേഴ്സൻറ്റേജ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആഫ്റ്റർ ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പേഴ്സൻറ്റേജ് ബൈ 100 എന്നാണ് നമ്മൾ ബിഫോറിൽ പഠിച്ചത്. ഇവിടെ പേഴ്സൻറ്റേജ് ബൈ 100 പ്ലസ് പേഴ്സൻറ്റേജ്. അതായത് ഇപ്പോൾ 5% ആണെന്നുണ്ട് എങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 5/100 പ്ലസ് 5. ഓക്കെ, ഇനി സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ ആക്സിഡൻസ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മളെ സപ്ലയറുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ
ആ ടൈമിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് വന്നിട്ട് നമ്മളുടെ സ്റ്റോക്കൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് പോയിട്ടുണ്ട്, കത്തി നശിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസിൽ ഇരുന്നിട്ട് കത്തി നശിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനത്തെ ഐറ്റം ഒന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 16th ഐറ്റമാണ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ്സ്. ഈ ഐറ്റം മക്കൾ ശ്രദ്ധിക്കാം, 3 സ്ഥലത്തെടുക്കണം. നമ്മൾ ഇത്രയും നാളും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഈ 15 അഡ്ജസ്റ്റ്മെൻറ്റ് വരെ 2 സ്ഥലത്ത് എടുത്തിരുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. ഈ ഐറ്റം നമ്മൾ 3 സ്ഥലത്ത് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ്സ് 3 സ്ഥലത്തെടുക്കണം. മിസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ലോസ് എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് എഴുതണം. മിസ് അവിടെ എഴുതിയിട്ടുണ്ട്, ലോസ് മൈനസ് ക്ലെയിം ആണ് എക്സ്പെൻസ് എന്നുള്ളത്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ക്ലെയിം എത്രയാണ് എഴുതണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ചെയ്യണം, അസറ്റ് സൈഡിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ട്രീറ്റ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, 3 ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. എക്സാമ്പിൾ മിസ് ഒരെണ്ണം പറഞ്ഞുതരാം, അത് വെച്ചിട്ട് മക്കൾ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ലോസ് സംഭവിച്ചത് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫയർ വന്നിട്ട് നമ്മളുടെ സ്റ്റോക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2000 രൂപ വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ കത്തി നശിച്ചു പോയെന്ന് വിചാരിക്കാം. ഈ 2000 രൂപ വാല്യൂ ഉള്ള സാധനത്തിന് ചിലപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾക്കും മറ്റും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഈ 2000 രൂപയുടെ സാധനങ്ങൾ കത്തി നശിച്ചു പോയതിന് 1500 രൂപ നമുക്ക് കമ്പനി തന്നിട്ട്, ഇൻഷുറൻസ് കമ്പനി നമുക്ക് ക്ലെയിം ആയിട്ട് തന്നിട്ടുണ്ട്. ക്ലെയിം എന്നാണ് അതിനെ പറയുക. ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്ന വാല്യൂനെയാണ്, എമൗണ്ടിനെയാണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ 2000 രൂപയുടെ സാധനങ്ങൾ നമ്മളെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 1500 രൂപയാണ്. നോക്കട്ടെ നമുക്കപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മിസ് പറഞ്ഞിരിക്കുന്നു, ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ലോസ് ആണ്. ഇവിടെ നമുക്ക് ലോസ് സംഭവിച്ചിട്ടുള്ളത് എത്ര രൂപയുടെ വാല്യൂവിൻ്റെ സ്റ്റോക്കാണ്? 2000 രൂപയുടെ. അപ്പോൾ അവിടെ 2000 എന്ന് എഴുതാം. ഓക്കെ, ഇനി അസറ്റ് സൈഡിൽ എഴുതിക്കുന്നുണ്ടോ? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്ലെയിം എന്നാണ് മിസ് ചെയ്തിട്ടുള്ളത്. ക്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് എത്രയാണോ പേ ചെയ്തത്, 1500 രൂപ പേ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ 1500 രൂപയാണ് അസറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എത്ര കാണിക്കണമെന്ന് മിസ് എഴുതിയിട്ടുള്ള ബ്രാക്കറ്റിൽ ലോസ് മൈനസ് ക്ലെയിം. അതെന്താ? ലോസ് നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 2000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൈനസ് ക്ലെയിം, ഇൻഷുറൻസ് കമ്പനി നമുക്ക് എത്ര തന്നു? 1500 തന്നു. ബാക്കിയുള്ള 500, അതായത് 2000 മൈനസ് 1500 ചെയ്ത് ബാക്കിയുള്ള 500 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് കണ്ടതല്ലേ. അത് നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ട്രീറ്റ് ചെയ്യണം അല്ലേ. 2000-ൽ 1500 ഇൻഷുറൻസ് കമ്പനി തന്നു, ബാക്കി 500 നമ്മളുടെ നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 23 എടുക്കാം. ഇല്ലുസ്ട്രേഷൻ 23 പേജ് നമ്പർ 327. പേജ് നമ്പർ 327. അതിൽ മക്കൾക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ സാധാരണ ഐറ്റംസ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്, കൂടുതലൊന്നും തന്നിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം എക്സ്ട്രാ മക്കൾക്ക് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കണ്ടോ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. മിസ് ഈ പ്രൊവിഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിപ്പിച്ചപ്പോൾ, അഡ്ജസ്റ്റ്മെൻറ്റ് പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ? ബാഡ് ഡെപ്റ്റ് ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിലേക്ക് വരട്ടെ മക്കളുടെ. ബാഡ് ഡെപ്റ്റിൽ കൂടി ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യണം. ആഡ് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ലെസ് ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് തന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് എന്ന് കുറച്ച് കാണിക്കണം. അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കണ്ടോ? മിസ് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾഡ് പ്രൊവിഷൻ. ഈ ഓൾഡ് പ്രൊവിഷൻ നമ്മൾ 4000 കുറയ്ക്കണം. മിസ് അന്ന് എഴുതി തന്ന ബാഡ് ഡെപ്റ്റിൻ്റെയും ഫർദർ ബാഡ് ഡെപ്റ്റിൻ്റെയും പ്രൊവിഷൻ്റെ ഒക്കെ നോട്ട് എഴുതി തന്നത് നോക്കെടുത്തിട്ട് നിങ്ങൾ ഇന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ് ഓൾഡ് പ്രൊവിഷൻ കുറക്കണം എന്ന് മിസ് അവിടെ എഴുതി തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് മക്കൾ ചെയ്യാം.
ഓക്കെ, ബാക്കിയുള്ള ഐറ്റംസൊക്കെ മക്കൾക്ക് അറിയുന്നതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ഫർദർ ബാഡ് ഡെപ്റ്റ് ആണ്. പിന്നെ ഫോർത്ത് ഐറ്റം തന്നിട്ടുള്ളത് ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ടു ബി ഇൻക്രീസ്ഡ്. ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ആണ് കേട്ടോ. പ്രൊവിഷൻ 2000 ഇൻക്രീസ് ചെയ്യണം. അത് ന്യൂ പ്രൊവിഷൻ ആണ് കേട്ടോ. ന്യൂ പ്രൊവിഷൻ ആണ് ഫോർത്ത് ഐറ്റം. ന്യൂ പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 4000 തന്നിട്ടുണ്ട്. ന്യൂ പ്രൊവിഷൻ ആണ് 2000. ശ്രദ്ധിക്കുക, ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യണം, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യണം. നോക്കി ചെയ്യാം കേട്ടോ. നിങ്ങൾ നോട്ട് എടുത്ത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ മിസ് ചെയ്ത് തന്ന നോട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് ഐറ്റം നോക്കാം. ഫിഫ്ത്ത് ഐറ്റം, പ്രൊവൈഡ് ഫോർ മാനേജേഴ്സ് കമ്മീഷൻ അറ്റ് 5% ഓൺ ദി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. കണ്ടോ, മാനേജർക്ക് കമ്മീഷൻ കൊടുക്കണം. എങ്ങനെയാണ്? 5% ഓൺ ദി നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% ആണ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. കണ്ടോ, മിസ് 2 കേസ് പഠിപ്പിച്ചു തന്നു. ബിഫോർ ചാർജിങ്ങും പഠിപ്പിച്ചു തന്നു, ആഫ്റ്റർ ചാർജിങ്ങും പഠിപ്പിച്ചു തന്നു. ഇതിലേതാ വരുന്നത്? ബിഫോർ ചാർജിങ്. ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. എങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എടുത്ത് നോക്കാം. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ നോക്കിയാൽ ബിഫോർ ചാർജിങ് കമ്മീഷൻ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് എത്രയാണ്? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100. നമുക്കിവിടെ എത്ര പെർസെൻറ്റേജാണ് തന്നിട്ടുള്ളത്? 5% ആണ്. നോഷണൽ പ്രോഫിറ്റ് നമ്മൾ കാണണം. അതെങ്ങനെ കാണേണ്ടത്? അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഐറ്റം നമുക്ക് ലാസ്റ്റ് എഴുതാനേ പറ്റൂ. ഈ 5ാമത്തെ ഐറ്റം ഉണ്ടല്ലോ, ലാസ്റ്റ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എടുത്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റേ നമുക്ക് മാനേജറുടെ കമ്മീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് 6th ഐറ്റം നോക്കിയേ. 6th ഐറ്റം, ഗുഡ്സ് കോസ്റ്റിംഗ് 3000 were lost by fire on 30th December 2017. എന്താ അതിൽ പറയുന്നത്? 3000 രൂപയുടെ സാധനങ്ങൾ തീപിടുത്തം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. And the insurance company admitted a claim for 2500 only. ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുള്ള ക്ലെയിം ആണ് 2500. 3000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. 2500 രൂപ ആര് കൊടുത്തു? ഇൻഷുറൻസ് കമ്പനി കൊടുത്തു. മിസ് ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോസ് വന്നിട്ടുള്ളത് 3000, ക്ലെയിം കൊടുത്തത് 2500, എക്സ്പെൻസ് വന്നിട്ടുള്ളത് 3000ൽ നിന്ന് 2500 കുറക്കണം. അപ്പോൾ മിസ്സ് പറഞ്ഞിരുന്നു ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് 3 സ്ഥലത്ത് എടുക്കണം. ഫസ്റ്റ് വൺ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം. ലോസ് എത്രയാണോ സംഭവിച്ചത് അത് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കണ്ടോ, ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ എത്രയാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് 3000 അത് എഴുതിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്ലെയിം എഴുതണം. ഇൻഷുറൻസ് കമ്പനി എത്ര തന്നു അത് എഴുതണം എന്ന് പറഞ്ഞു. കണ്ടോ, ഇൻഷുറൻസ് ക്ലെയിം അസറ്റ് സൈഡിൽ 2500 എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മിസ് എഴുതണം എന്ന് പറഞ്ഞു. ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ എത്രയാണോ ഡിഫറൻസ്, അതായത് നമുക്ക് വന്നിരിക്കുന്ന ലോസ് 3000 ആണ്, ഇൻഷുറൻസ് കമ്പനി തന്നിരിക്കുന്നത് 2500 ആണ്. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് 500 നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിലും. അപ്പോൾ ലോസ് ബൈ ഫയറും നമ്മൾ 3 സ്ഥലത്തെടുത്തു. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എത്രയാണോ നഷ്ടം വന്നത് അതെടുത്തു. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി എത്ര തന്നു അതെഴുതി. ഇനി നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് എഴുതേണ്ടത് എത്രയാണ്? നമുക്ക് നഷ്ടം സംഭവിച്ചത് എത്രയാണ്? ലോസ് മൈനസ് ക്ലെയിം. ഇൻഷുറൻസ് കമ്പനി തന്ന ക്ലെയിം എത്രയാണ്? അതായത് 3000 മൈനസ് 2500 കണ്ടിട്ട് 500 രൂപ നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് എഴുതി. അങ്ങനെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റും എഴുതി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ 5ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയ മാനേജേഴ്സ് കമ്മീഷൻ എടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, 5ാമത്തെ ഐറ്റം നമ്മൾ എടുക്കേണ്ടത് മാനേജേഴ്സ് കമ്മീഷൻ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും ഫസ്റ്റ് തന്നാലും ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നാലും നമ്മൾ ലാസ്റ്റേ എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഈ മാനേജേഴ്സ് കമ്മീഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോഷണൽ പ്രോഫിറ്റ് വേണം അല്ലേ? മിസ് പറഞ്ഞു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100 ആണ്. ബിഫോർ ചാർജിങ് കമ്മീഷനാണ് തന്നത് എങ്കിൽ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ കാണുന്നത് സാധാരണ നെറ്റ് പ്രോഫിറ്റ് കാണുന്ന പോലെയാണ്.
അതായത് ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 54,000 കിട്ടും. 54,000 നിന്ന് എല്ലാ എമൗണ്ടും കുറക്കാം. മാനേജേഴ്സ് കമ്മീഷൻ നമുക്ക് ഇപ്പോൾ എഴുതാൻ പറ്റൂല. മാനേജേഴ്സ് കമ്മീഷൻ ഒഴിച്ച്, അതായത് ഈ 550 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എമൗണ്ടും കുറച്ച് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണാം. അപ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റാണ്, അതായത് 54,000 നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കിട്ടും. ദാ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 54,000 നിന്ന് നമുക്ക് 43,000 ആണ് ഡെബിറ്റ് സൈഡിൽ കിട്ടുക. 54,000 നിന്ന് 43,000 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റാണ് ഈ 11,000. മക്കൾക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ട്. 11,000 ആണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 5/100, അതായത് %/100 ആണ്. 5% കൊടുക്കണം. 5/100 ചെയ്യുമ്പോൾ നമുക്ക് 550 കിട്ടും. എന്നിട്ട് സാധാരണ മക്കൾ നെറ്റ് പ്രോഫിറ്റ് കാണാം. ഇനി ഈ 550 എവിടെ കൂടി കാണിക്കണം എന്നാണ് മിസ്സ് പറഞ്ഞത്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കണ്ടോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണമെന്ന് മിസ് ബ്രാക്കറ്റിൽ എഴുതിയിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വേജസ് ഉണ്ട് 1,500, മാനേജേഴ്സ് കമ്മീഷൻ 550 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ കാണേണ്ടത് ഇങ്ങനെയാണ്. ബിഫോർ ചാർജിങ് ആണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു %/100 ആണ്. നോഷണൽ പ്രോഫിറ്റ് കാണുന്നത് ഇങ്ങനെയാണ്. 54,000 നിന്ന് ഈ സൈഡിലെ 43,000 കുറയ്ക്കുക. ഈ 550 ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ എമൗണ്ടുകളും, ഡെബിറ്റ് സൈഡിലെ എല്ലാ എമൗണ്ടുകളും കുറച്ചതിന് ശേഷം നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കിട്ടും 11,000. ആ 11,000ൻ്റെ 5% കാണാം. അപ്പോൾ നമുക്ക് 550 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ 2 ട്രീറ്റ്മെൻറ്റാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയറും അതുപോലെ തന്നെ മാനേജേഴ്സ് കമ്മീഷനും. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ മിസ് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെ. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ നമ്മൾ 3 ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നഷ്ടം എത്രയാണോ അത് കാണിക്കണം. അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇൻഷുറൻസ് കമ്പനി എത്ര ക്ലെയിം തന്നു അത് കാണിക്കണം. ബാക്കിയുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അതായത് നമുക്ക് വന്ന നഷ്ടത്തിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനി അടച്ചിട്ടുള്ള എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ഇനി കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് പറഞ്ഞു, മാനേജേഴ്സ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. അത് ഡെബിറ്റ് സൈഡിലും കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ള ഹെഡിലും കാണിക്കണം. ഇത് നമുക്ക് പറയുന്നത് മാനേജേഴ്സ് കമ്മീഷൻ ബിഫോർ ചാർജിങ് കൊണ്ട് ആഫ്റ്റർ ചാർജിങ് കൊണ്ട്. ബിഫോർ ചാർജിങ് എന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു %/100 ആണ്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ എഴുതുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് കാണാം, അതിൻ്റെ 5/100 ആണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. ആ 5/100 കാണാം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിൽ കാണാം. എന്നിട്ട് എഴുതുക. എന്നിട്ട് സാധാരണ നെറ്റ് പ്രോഫിറ്റ് കാണുന്ന പോലെ തന്നെ പിന്നെയും കാണാം. അപ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 1,450 കിട്ടുന്നത് കേട്ടോ. 10,450 കിട്ടുന്നത്. പിന്നീട് ഇത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം ഈ 550. ഓക്കെ.